ഇറ്റാലിയൻ ഫുട്ബോളിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, അവർ പുതിയ കോച്ചിനെയൊക്കെ കൊണ്ടുവരുന്ന കാര്യം. അതായത് അവരുടെ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് ചുമതലയേറ്റ പൗളോ മാൽദിനി കോച്ചായിട്ട് ആന്ദ്രെ പിർലോയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ ഒരു നീക്കത്തിന് അവരുടെ ഫുട്ബോൾ പ്രസിഡന്റ് മലാഗോ തടയിടുകയായിരുന്നു. കാരണം ഈ ആന്ദ്രെ പിർലോയ്ക്ക് റഷ്യൻ ബെറ്റിംഗ് ബ്രാൻഡുമായിട്ട് ഒരു കൊളാബറേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇറ്റലിയുടെ കോച്ചാകാൻ പറ്റില്ല എന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഇതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പൗളോ മാൽദിനി ആ ഒരു സ്ഥാനം രാജിവെച്ചു പോയി. അപ്പൊ ഈ മാൽദിനിക്ക് പകരമായിട്ട് അവർ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് ക്ലൗഡിയോ റെനിയേരിയെ കൊണ്ടുവന്നു. ഈ റെനിയേരി ഇപ്പോൾ പുതിയൊരു കോച്ചിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് റോബർട്ടോ മാഞ്ചിനി. പുതിയ കോച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇറ്റലിയെ വർഷങ്ങളോളം പരിശീലിപ്പിച്ച ആള് തന്നെയാണ് ഈ റോബർട്ടോ മാഞ്ചിനി. അതായത് 2018 മുതൽ 2023 വരെ അദ്ദേഹം ഇറ്റലിയെ പരിശീലിപ്പിച്ചു. ഇതിനിടയ്ക്ക് യൂറോ കപ്പൊക്കെ അദ്ദേഹം നേടിയിരുന്നു. അതിനുശേഷം അവിടെ നിന്നും അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോയി അൽസാദിനെ പരിശീലിപ്പിച്ചു. നിരവധി ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച ഒരു പരിചയമൊക്കെ അദ്ദേഹത്തിനുണ്ട്. വമ്പൻ ക്ലബ്ബുകളെയൊക്കെയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചിരിക്കുന്നത്. ഫ്ലോറന്റീന, ലാസിയോ, ഇന്റർ മിലാൻ, മാഞ്ചസ്റ്റർ സിറ്റി, ഗലാറ്റസാരെ, ഇന്റർ മിലാൻ, സെയിന്റ് പീറ്റേഴ്സ്ബർഗ് എന്നീ ക്ലബ്ബുകളെല്ലാം പരിശീലിപ്പിച്ച ഒരു പരിചയം അദ്ദേഹത്തിനുണ്ട്. ക്ലബ്ബുകൾക്കൊപ്പം നിരവധി കിരീടങ്ങളും ഒക്കെ അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ടെക്നിക്കൽ ഡയറക്ടർ വന്നു, പുതിയ ഹെഡ് കോച്ച് വന്നു. ആ പഴയ പ്രതാപകാലത്തിലേക്ക് ഒരു തിരിച്ചു പോക്കാണ് ഇറ്റലി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്.